சி ஜோசப் விஜய் எனும் நான் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு ഉറുതിമൊഴിகிறேன். അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് മെയ് 10. അപ്പോൾ ഇന്നത്തെ ദിവസം ആരുടെയാണ് നമ്മളെടുത്ത് ചോദിച്ചാൽ ഒറ്റ ഉത്തരല്ലേ ഉള്ളൂ, ഇന്നത്തെ ദിവസം വിജയുടേതാണ്. കാരണം മറ്റൊന്നുമല്ല, ആരും പ്രതീക്ഷിക്കാതെ, ആരും പ്രവചിക്കാതെ, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാതെ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് ചുമതലയേറ്റെടുത്തു. ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്ത് പറഞ്ഞത് അവിടെ കരുത്തനായ മുഖ്യമന്ത്രിയായിട്ട് സ്റ്റാലിൻ തിരിച്ചു വരുന്നതാണ്. എന്നാൽ എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന സമയത്തും ഒരേ ഒരു ഏജൻസി മാത്രമാണ് വിജയ്ക്ക് 100-ലധികം സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ചത്. ബാക്കി എല്ലാവരും വിജയ് 20-30 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരേ ഒരു ഏജൻസി 100-ലധികം സീറ്റുകൾ നേടി വിജയ് അധികാരത്തിൻ്റെ അടുത്തെത്തുമെന്ന് പ്രവചിച്ച സമയത്ത് പോലും എല്ലാവരും അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഇലക്ഷനെ പറ്റി പഠിക്കുന്ന ബുദ്ധിജീവികളൊക്കെ ഒരു കാരണവശാലും അത്തരൊരു വിജയം തമിഴ്നാട്ടിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയാണ് നിങ്ങൾ വിജയ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. കാരണം തൻ്റെ ഫാൻസ് അസോസിയേഷനെ ഒരുപാട് വർഷങ്ങൾ മുന്നേ മുതൽ തന്നെ ഒരു NGO പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ വേണ്ടി വിജയ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിജയ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കരുത്താണ് വിജയ് എന്ന് തമിഴ്നാട് പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. സത്യത്തിൽ തമിഴ്നാടിൻ്റെ പൾസ് വിജയ്ക്കൊപ്പമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്കോ ഇലക്ഷൻ ബുദ്ധിജീവികൾക്കോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. 1974 ജൂൺ 22 ചെന്നൈയുടെ പ്രശസ്തനായിട്ടുള്ള സംവിധായകനും പ്രൊഡ്യൂസറൊക്കെ ആയിട്ടുള്ള SA ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗായിക കൂടിയായിട്ടുള്ള ശോഭയുടെയും മകനായിട്ടാണ് വിജയ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ വെട്രി എന്ന് പറയുന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു വിജയുടെ അരങ്ങേറ്റം. എന്നാൽ 1992 തൻ്റെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത നാളെ തീർപ്പ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് വിജയ് ആദ്യമായിട്ട് നായകനായിട്ട് സിനിമാ രംഗത്തോട്ട് വരുന്നത്. 1990 വരെയൊക്കെ ഒരു റൊമാൻറ്റിക് ഹീറോ പരിവേഷം മാത്രമായിരുന്നു വിജയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 2012 വിജയ് തൻ്റെ അഭിനയ ശൈലി ഒന്നും മാറ്റിയെടുത്തത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും കളിയാക്കിയ സമയത്തും രക്ഷക കഥാപാത്രങ്ങളാണ് വിജയ് പിന്നീട് തൻ്റെ സിനിമകളിലൂടെ മുന്നോട്ട് വെച്ചത്. ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന നായക കഥാപാത്രങ്ങളെ നമ്മൾ കളിയാക്കിയപ്പോഴും തമിഴ്നാട്ടിലെ ജനത അത് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ തമിഴ്നാട് നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിയായിട്ട് കയറി വരുന്ന വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് എഴുതി ചേർത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. MGR എന്ന് പറയുന്ന തമിഴകം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിക്കും അതിനുശേഷം ജയലളിതയ്ക്കും കരുണാനിധിക്കും സ്റ്റാലിനും ഒക്കെ മാത്രം അവകാശപ്പെട്ടിരുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു സിംഹാസനത്തിലേക്കാണ് വിജയ് കടന്നു വരുന്നതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ തൻ്റെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ വിജയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഇലക്ഷന് ശേഷവും സർക്കാർ രൂപീകരണത്തിനുണ്ടായ കാലതാമസം, അതിനുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സൂപ്പർ സ്റ്റാറായി ജനങ്ങളുടെ കയ്യടി നേടിയ നായകന് ഒരു മുഖ്യമന്ത്രിയായി ജനങ്ങളുടെ ആ ഒരു ആഗ്രഹവും അഭിലാഷവും നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. എന്ത് തന്നെയായാലും തമിഴ്നാടിനെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമാക്കി മാറ്റാൻ പുതിയ മുഖ്യമന്ത്രിക്ക് ജോസഫ് വിജയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.